ഹലോ ഫൈറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അനുമോൾ ജോളി താടത്തുയാലിൽ. അപ്പൊ നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻസിനെ എങ്ങനെ പാസീവ് വോയിസിലോട്ട് മാറ്റാം എന്നുള്ളതാ പഠിക്കാൻ പോണത്. ഈ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ പാസീവ് വോയിസിലോട്ട് മാറ്റാം എന്നുള്ളത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അത് നിങ്ങളൊന്ന് പോയി നോക്കണം. അത് കംപ്ലീറ്റ് ചെയ്ത് ഫുൾ പഠിച്ചതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവുള്ളൂ. പാസീവ് വോയിസ് പഠിക്കുന്നതിന് അതിൻ്റെതായ ഒരു രീതിയുണ്ട്, ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിൽ പഠിച്ചാലേ കൃത്യമായിട്ട് കിട്ടത്തുള്ളൂ. മാത്രമല്ല, ഇത് എന്റെ ഒരു എളുപ്പവഴിയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോസ് കാണാതെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. അപ്പൊ പാസീവ് വോയിസിന്റെ കഴിഞ്ഞ എല്ലാ വീഡിയോസും കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവുള്ളൂ. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം വീഡിയോ പോസ് ചെയ്തിട്ട് കഴിഞ്ഞത് പോയി കണ്ടിട്ട് മാത്രം തിരിച്ചു വന്ന് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാവുള്ളൂ. നിർബന്ധമാണ് കേട്ടോ. ഇനി ഇതിനകത്ത് വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് പാസീവ് വോയിസിന്റെ കഴിഞ്ഞ വീഡിയോസ് കാണണം. അതുകൂടാതെ ഒരു സെന്റൻസിനെ എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആക്കാം എന്നുള്ള വീഡിയോ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ കണ്ടിട്ടേ ഇതിലോട്ട് വരാവുള്ളേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യനെ പാസീവ് വോയിസ് ആക്കുവാണല്ലോ. ക്വസ്റ്റ്യൻ ഇതാണ്: ഈസ് ഷീ ഈറ്റിംഗ് ആൻ ആപ്പിൾ? ഈസ് ഷീ ഈറ്റിംഗ് ആൻ ആപ്പിൾ എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഞാൻ ഇത്രയും ദിവസം നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണ് ഒരു സെന്റൻസിനെ ക്വസ്റ്റ്യൻ ആക്കുക എന്നുള്ളതാണ്. ഈസ് ഷീ ഈറ്റിംഗ് ആൻ ആപ്പിൾ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ ഒരു സെന്റൻസിനെ എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു. അതുകൂടാതെ ഇത്രയും നാളെ ഞാൻ പാസീവ് വോയിസിൽ എന്താ പഠിപ്പിച്ചേ? ഒരു സെന്റൻസിനെ തന്നാൽ അതിനെങ്ങനെ പാസീവ് ആക്കാം എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു. അപ്പോ ഒരു സെന്റൻസിനെ പാസീവ് ആക്കാൻ നിങ്ങൾ പഠിച്ചു. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സെന്റൻസിനെ എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കാം എന്ന് നിങ്ങൾ പഠിച്ചു അല്ലേ? ഒരു സെന്റൻസിനെ എങ്ങനെ ക്വസ്റ്റ്യൻ ആക്കാമെന്ന് നിങ്ങൾ പഠിച്ചു. അപ്പോ നമുക്ക് ക്വസ്റ്റ്യനെ പാസീവ് ആക്കാൻ മാത്രം അറിയാൻ പാടില്ല. അപ്പൊ ഈ ഒരു റൂട്ടിൽ അങ്ങോട്ട് ചെയ്താലോ? സെന്റൻസിനെ പാസീവ് ആക്കാൻ അറിയാം, സെന്റൻസിനെ ക്വസ്റ്റ്യൻ ആക്കാൻ അറിയാം. അപ്പൊ ഇവിടെ ലെഫ്റ്റ് സൈഡ് കോമൺ ആണ്. നിങ്ങൾക്ക് ഇത് സെന്റൻസിനെ ആക്കാൻ അറിയാം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ക്വസ്റ്റ്യന് സെന്റൻസ് ആക്കാം, എന്നിട്ട് സെന്റൻസിനെ പാസീവ് ആക്കിയാ പോരെ? എന്നിട്ട് പാസീവിനെ പിന്നെയും ക്വസ്റ്റ്യൻ ആക്കുക. മനസ്സിലായോ? ഒരു സർക്കിൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്താൽ മതി. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിനെ സെന്റൻസ് ആക്കുക, ആ സെന്റൻസിനെ പാസീവ് ആക്കുക, പിന്നെ ആ പാസീവിനെ ക്വസ്റ്റ്യൻ ആക്കുക. അങ്ങനെ ചെയ്യുമ്പോ ഈ തന്ന ചോദ്യത്തിന്റെ ഉത്തരവായില്ലേ? ഈ ക്വസ്റ്റ്യന്റെ ഉത്തരമായിട്ടുള്ള പാസീവ് വോയിസ് ആയില്ലേ? ആയി. കാണുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ ഭയങ്കര സിമ്പിൾ ആണ്. കാരണം എന്താ? നിങ്ങൾ കഴിഞ്ഞ എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ട്. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ടേ വരാവുള്ളേ. ഈ മെത്തേഡിൽ കൂടെ ചെയ്യുന്നതിന്റെ ഗുണം ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരിത്തിരി ടൈം എടുക്കും, പക്ഷെ സ്ഥിരമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റും. അപ്പോ ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാരണവശാലും നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടാവൂല. ഈ ക്വസ്റ്റ്യനെ പാസീവ് ആക്കുമ്പോൾ എപ്പോഴും എല്ലാവർക്കും വരുന്ന പ്രശ്നം നെഗറ്റീവ് മാർക്സ് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ, തെറ്റിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. തെറ്റിപ്പോവാ ഇൻ ദ സെൻസ്, ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും. ഇതാവുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല. ഒരു കാരണവശാലും നിങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടാവൂല. അതിന് വേണ്ട ഈ 4 സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു കാര്യം, നിങ്ങൾ ചെയ്യുമ്പോൾ 4 സ്റ്റെപ്പ് ഉണ്ട് നമുക്ക് പാസീവ് വോയിസ് കണ്ടുപിടിക്കാൻ. ഈ 4 സ്റ്റെപ്പും കറക്റ്റ് ആയിട്ട് ഓർഡറിൽ ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ് അങ്ങോട്ട് വരും. ആ കോൺഫിഡൻസ് വരുമ്പോൾ എന്തെന്നറിയാവോ? ക്വസ്റ്റ്യൻ നേരെ ആൻസറിലോട്ട് എടുത്ത് ചാട്ടമാണ്. ബാക്കി 2 സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്യും. അങ്ങനെ സ്കിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇവിടെ നിങ്ങൾ പഠിച്ചു സെറ്റപ്പ് ആയി എന്നുള്ള ചിന്തയിൽ സ്കിപ്പ് ചെയ്യാം. എക്സാം ഹാളിൽ നിങ്ങളുടെ മാനസികാവസ്ഥ രണ്ടും സെയിം അല്ല. ഇപ്പൊ ഉള്ള പോലെ അല്ല എക്സാം ഹാളിൽ. അപ്പൊ എക്സാം ഹാളിൽ ഇതുപോലെ എടുത്തു ചാടാൻ പോയി കഴിഞ്ഞാൽ നേരെ പോയി കുഴി ചാടി നെഗറ്റീവ് അടിച്ച് അവിടെ ഇരിക്കാം. അത് വേണ്ടല്ലോ. അപ്പോ നിങ്ങൾ ഈ 4 സ്റ്റെപ്പ് ഇപ്പൊ തന്നെ ചെയ്ത് ശീലിക്കുവാണെങ്കിൽ എക്സാം ഹാളിൽ പെട്ടെന്ന് 4 സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തിരി സമയം എടുക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതി തന്നെ ഫോളോ ചെയ്യണം. അല്ലാതെ നെഗറ്റീവ് അടിച്ചിട്ട് എന്റെ അടുത്ത് വന്ന കാരണം ഞാൻ അനങ്ങൂല. ഓക്കെ, അപ്പോ ചെയ്തോളാം.
ഞാൻ ഇത്രയും പറയണല്ലേ, എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ? 4 സ്റ്റെപ്പ് തന്നെ ചെയ്യണം കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് നോക്കാം? ഇതെന്താണ്? ഇതൊരു ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. ക്വസ്റ്റ്യനെ പാസീവ് ആക്കാൻ നമുക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിനെ എന്താക്കും? ആദ്യം ഇതിനെ ഒരു സെന്റൻസ് ആക്കും. സെന്റൻസ് ആക്കിയപ്പോൾ നമുക്ക് പാസീവ് ആക്കാൻ അറിയാമല്ലോ. സെന്റൻസിനെ ക്വസ്റ്റ്യൻ ആക്കാൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ഓക്സിലറി വെർബ് എടുത്ത് പുറത്തിട്ടാൽ മതി. അപ്പൊ നേരെ തിരിച്ചാണെങ്കിലോ? സെന്റൻസിനെ ക്വസ്റ്റ്യൻ ആക്കുമ്പോ ഓക്സിലറി വെർബ് എടുത്ത് പുറത്തിട്ടു. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യനെ സെന്റൻസ് ആക്കാനാണെങ്കിലോ ഓക്സിലറി വെർബ് എടുത്ത് അകത്തിടുക. അല്ലേ? അത്രയേ ഉള്ളൂ. സിമ്പിൾ. അപ്പൊ എന്ത് ചെയ്യാ? ഇവിടെ ഓക്സിലറി വെർബ് ഉണ്ടല്ലോ. ഏതാ ഇവിടുത്തെ ഓക്സിലറി വെർബ്? ഈസ് ആണ്. എടുത്ത് അകത്തിടാം. അകത്തിടുമ്പോ വെർബിന്റെ ഫ്രണ്ടിൽ വരും. അപ്പോ ഷീ ഈസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ എന്ന് വരും. അപ്പൊ ഇത് സെന്റൻസ് ആയി. സെന്റൻസിനെ പാസീവ് ആക്കാനാണോ നമുക്ക് ബുദ്ധിമുട്ട്? നമ്മൾ പുലിയാണല്ലോ അല്ലേ? നമുക്ക് പാസീവ് വോയിസ് ഇനി ഏത് ഇരുട്ടത്ത് ഏത് പാതിരാത്രി ആര് വിളിച്ചു ചോദിച്ചാലും നമുക്കറിയാം. അപ്പൊ എന്തുവായിരുന്നു നമ്മുടെ പാസീവ് വോയിസ് ആക്കാനുള്ള വഴി? പുറകിന്ന് ഫ്രണ്ടിലോട്ട് എഴുതുക, ഓക്സിലറി വെർബും V3യും ചേർക്കുക, ബൈ ചേർക്കുക. ഈ 3 സ്റ്റെപ്പ് അല്ലേ ഉള്ളൂ. പുറകിന്ന് ഫ്രണ്ടിലോട്ട് എഴുതുന്ന സമയത്ത് ആൻ ആപ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഡിഫറെന്റ് കളറിൽ എഴുതുന്ന വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അങ്ങനെ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയും ശരിക്കും. പുറകിന്ന് ഫ്രണ്ടിലോട്ട് എഴുതുമ്പോൾ ആൻ ആപ്പിൾ എഴുതണം. പിന്നെയോ ഇവിടെ ഓക്സിലറി വെർബ് ഉണ്ടല്ലോ. ഈസ് ആണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്. അതങ്ങ് എഴുതിയാൽ മതി. എന്നിട്ടോ ING മാറ്റണം. BEING ആകണം. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചായിരുന്നേ. ഈറ്റിന്റെ V3 ഈറ്റൻ ആണ്. ബൈ ഹെർ എന്ന് വരും. ആൻ ആപ്പിൾ ഈസ് ഈറ്റൻ ബൈ ഹെർ എന്ന് വരും. അപ്പൊ ഇതെന്തായി? ഇത് പാസീവായി. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റിനെ പാസീവിലെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റണം. നമുക്കിപ്പോ എന്തായി? തന്നിട്ടുള്ള ക്വസ്റ്റിനെ പാസീവിലെ സെന്റൻസ് ആയി മാറി. ഇനി ഇതിനെ എന്താക്കണം? പാസീവിലെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റണം. എളുപ്പമല്ലേ? സെന്റൻസിനെ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടിയിട്ട് ഓക്സിലറി വെർബ് എടുത്ത് പുറത്തിടുക. ക്വസ്റ്റ്യനെ സെന്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഓക്സിലറി വെർബ് എടുത്ത് അകത്തിടുക. അകത്തിടുക, പുറത്തിടുക, അകത്തിടുക, പുറത്തിടുക. അങ്ങനെ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ആക്കാൻ നേരത്ത് പുറത്തിട്ടു. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആൻസർ ആക്കാൻ നേരത്ത് അകത്തിടുന്നു. അപ്പൊ അകത്തെടുത്തിടുവാണേ. ആരെ അകത്തെടുത്തിടുന്നേ? അല്ല സോറി. അപ്പൊ നമ്മൾ ഇനി ക്വസ്റ്റ്യൻ ആക്കാൻ പോവാ. സോ നമ്മൾ പുറത്തിടുക. ആരെയാ പുറത്തെടുത്തിടുന്നേ? ഈസിനെയാ പുറത്തെടുത്തിടുന്നത്. ഇവിടുത്തെ ഓക്സിലറി വെർബിനെ പുറത്തെടുത്തിടുന്നത്. അപ്പൊ ഈസിനെ എടുത്ത് പുറത്തിടുമ്പോ ഈസ് ആൻ ആപ്പിൾ എന്ന് വന്നു. പിന്നെ ബാക്കിയൊക്കെ അതേപോലെ തന്നെ ബീങ് ഈറ്റൺ ബൈ ഹെർ എന്ന് വന്നു. മനസ്സിലായില്ലെങ്കിൽ വിഷമിക്കേണ്ട. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ചെയ്തു തരുമ്പോൾ ക്ലിയർ ആവുമേ. എന്നാൽ ഇതൊന്നും കൂടെ പറഞ്ഞുതരാം. നമുക്ക് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനെ പാസീവ് ആക്കാൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് സെന്റൻസിനെ പാസീവ് ആക്കാനാ. അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ എന്താക്കണം? സാധാരണ സെന്റൻസ് ആക്കണം. പിന്നെ ആ സാധാരണ സെന്റൻസിനെ പാസീവ് ആക്കണം. എന്നിട്ട് അതിനെ ക്വസ്റ്റ്യൻ ആക്കിയാ പോരെ? അപ്പൊ നേരെ ആയില്ലേ? അപ്പൊ ശരിക്കും ഇങ്ങനെ ചെയ്യുമ്പോ ഇതിന്റെ ആൻസർ ആണ്, അഥവാ ഈ ക്വസ്റ്റ്യന്റെ പാസീവ് വോയിസ് ആണ് ഈ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? അപ്പൊ ആദ്യം ഈസ് ഷീ ഈറ്റിംഗ് ആൻ ആപ്പിൾ ഇത് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് സെന്റൻസ് ആക്കാൻ വേണ്ടി ഓക്സിലറി വെർബ് എടുത്ത് അകത്തിട്ടു. അപ്പൊ ഈസിനെ എടുത്ത് അകത്തിട്ടു. ഷീ ഈസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ എന്ന് വന്നു. എന്നിട്ട് ഈ സെന്റൻസിനെ എന്താക്കി? പാസീവ് ആക്കി മാറ്റി. പാസീവ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? പുറകിന്ന് ഫ്രണ്ടിലോട്ട് എഴുതുക, ഓക്സിലറി വെർബും V3യും ചേർക്കുക, ബൈ ചേർക്കുക. പുറകിന്ന് ഫ്രണ്ടിലോട്ട് എഴുതുമ്പോൾ ആൻ ആപ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈസ് ഓക്സിലറി വെർബായിട്ട് അതന്നെ എഴുതി. ബീങ് ING ഉള്ളതുകൊണ്ട് BEING എഴുതി. ഈറ്റിന്റെ V3 ഈറ്റൻ ആണ്. ബൈ ഹെർ എന്ന് വന്നു. എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കിത് പാസീവിലെ സെന്റൻസ് ആക്കിയാ കിട്ടിയത്. നമുക്ക് വേണ്ടത് പാസീവിലെ ക്വസ്റ്റ്യൻ ആയിട്ടാ. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഓക്സിലറി വെർബ് എടുത്ത് പുറത്തിട്ടു. അപ്പൊ ഈസ് ആൻ ആപ്പിൾ ബീങ് ഈറ്റൻ ബൈ ഹെർ എന്ന് വന്നു. സിമ്പിൾ ആയിട്ട് ഈ സാധനത്തിന് എടുത്ത് അങ്ങ് പുറത്തിട്ടു. വേറെ വ്യത്യാസം ഒന്നും വരുത്തിയിട്ടില്ല. അല്ലേ? ക്ലിയർ ആണോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്താൽ പക്കയായിരിക്കും കേട്ടോ. ഈസ് ഷീ റൈറ്റിംഗ് എ ലെറ്റർ. ഇതിന് എന്ത് ചെയ്യണം? ഇത് ആക്ച്വലി എന്താന്ന് നമുക്ക് കാര്യം മനസ്സിലാകണം. ഇത് എന്തുവാണ്? ഇത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താക്കണം? സെന്റൻസ് ആക്കണം. സെന്റൻസിനെ പിന്നെ എന്താക്കണം? പാസീവ് ആക്കണം. പാസീവിനെ പിന്നെ എന്താക്കണം? പാസീവിലെ ക്വസ്റ്റ്യൻ ആക്കണം. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ആൻസർ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? സെന്റൻസിനെ ക്വസ്റ്റ്യനെ സെന്റൻസ് ആക്കാം. എന്ത് ചെയ്താൽ മതി? ഓക്സിലറി വെർബ് എടുത്ത് അകത്തിട്ടാൽ മതി. അപ്പൊ ഷീ വെച്ച് തുടങ്ങും. ഓക്സിലറി വെർബ് അകത്ത് വരുമ്പോ റൈറ്റിംഗിന്റെ മുമ്പ് വരുമ്പോ ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് വരും.
ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് വരും. ഇനി ഇതിനെ പാസീവ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? 3 സ്റ്റെപ്പ് അല്ലേ നമുക്കുള്ളത്. എന്തൊക്കെയായിരുന്നു 3 സ്റ്റെപ്പ്? പുറകിൽ നിന്ന് ഫ്രണ്ടിലോട്ട് എഴുതണം, ഓക്സിലറി വെർബും V3യും ചേർക്കണം, ബൈ ചേർക്കണം. പുറകിൽ നിന്ന് ഫ്രണ്ടിലോട്ട് എഴുതുമ്പോ എ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഓക്സിലറി വെർബ് എന്താ? ഈസ് ആണ്. ING മാറി BEING ആകും. റൈറ്റിന്റെ V3 റിട്ടേൺ ആണ്. ബൈ ഹെർ എന്ന് വരും. അപ്പൊ ഇത് പാസീവിലെ സെന്റൻസ് ആക്കിയില്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? പാസീവിലെ ക്വസ്റ്റ്യൻ ആക്കണം. ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഓക്സിലറി വെർബ് എടുത്ത് ഫ്രണ്ടിലോട്ട് ഇടുക. ഫ്രണ്ടിൽ ഇടുമ്പോൾ ഈസ് വെച്ച് തുടങ്ങും. ഈസ് എ ലെറ്റർ എന്ന് വരും. പിന്നെയോ BEING ഉണ്ട്, ബീങ് എഴുതുക. റിട്ടേൺ വരും. ബൈ ഹെർ എന്ന് വരും. അപ്പൊ നമ്മുടെ ആൻസർ എന്തായി? ഇതായി നമ്മുടെ ആൻസർ. ദാ ഈ ക്വസ്റ്റ്യന്റെ പാസീവ് വോയിസ് ദേ ഇതാണ്. സിമ്പിൾ അല്ലേ? ചെയ്യും തോറും നിങ്ങൾക്ക് എളുപ്പമായി തുടങ്ങും കേട്ടോ. ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ വിട്ടേരെ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നിങ്ങൾ ഇതിങ്ങനെ എഴുതി വെക്കുക, എന്നിട്ട് കൺവേർട്ട് ചെയ്താൽ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാസ് ഷീ ഈറ്റിംഗ് ആൻ ആപ്പിൾ? ഓർമ്മയുണ്ടോ? ഇതിൽ എന്ത് ചെയ്താൽ മതി? ഇതെന്തുവാണ്? ഇത് ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ എന്താക്കണം? സെന്റൻസ് ആക്കണം. പിന്നെ എന്താക്കണം? പാസീവ് ആക്കണം. പിന്നെ എന്താക്കണം? പാസീവിലെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റണം. അപ്പൊ നമുക്ക് ആദ്യം ഇതിനെ സെന്റൻസ് ആക്കാലോ. അതിനെന്താ ചെയ്യണ്ടേ? ഓക്സിലറി വെർബ് എടുത്ത് അകത്തിടണം. അകത്തിടുമ്പോ ഷീ വാസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ എന്ന് വരും. ഇതിലെ ട്വിസ്റ്റ് ഒക്കെ ഇനി ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ വെച്ച് സ്കിപ്പ് അടിച്ചു പോവാന്ന് വിചാരിക്കണ്ട, അവസാനം വരെ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അടുത്തത് പാസീവ് വോയിസിനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റാനല്ല, സോറി, ഇതിന് സെന്റൻസ് ആണ്, ഇതിനെ പാസീവ് ആക്കി മാറ്റണം. പുറകിൽ നിന്ന് ഫ്രണ്ടിലോട്ട് എഴുതുമ്പോൾ ആൻ ആപ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഓക്സിലറി വെർബായിട്ട് ഇവിടെ വാസ് ഉണ്ട്. ING മാറി എന്താകണം? BEING ആകണം. ഈറ്റിന്റെ V3 ഈറ്റൺ ആകണം. ബൈ ഹെർ എന്ന് വരും. ഇനി ഇതിനെ എന്താക്കണം? അടുത്ത പാസീവിലെ ക്വസ്റ്റ്യൻ ആ. ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഓക്സിലറി വെർബ് എടുത്ത് പുറത്തിടുക. പുറത്തിടുമ്പോ വാസിനെടുത്ത് പുറത്തിടുന്നു. ആൻ ആപ്പിൾ വന്നു. പിന്നെയോ ബാക്കി BEING ഉണ്ട്. ഈറ്റൺ വന്നു. ബൈ ഹെർ വന്നു. സെറ്റ് സെറ്റ്. നമ്മുടെ ആൻസർ കിട്ടി അല്ലേ? ഇതാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്, അഥവാ പാസീവിലുള്ള ക്വസ്റ്റ്യൻ ആണ് വാസ് ആൻ ആപ്പിൾ ബീങ് ഈറ്റൺ ബൈ ഹെർ എന്നുള്ളത്. ഇനി അടുത്തത് ഓരോ ടൈപ്പും ഞാൻ തരുവാണേ, ഒന്നും വിട്ടുപോകണ്ടല്ലോ എന്ന് കരുതി. നമ്മൾ ഇതുപോലെ തന്നെയല്ലേ പാസീവ് വോയിസും പഠിച്ചേ? കാറ്റഗറി ആയിട്ട്. ഫസ്റ്റ് പാർട്ടിനാണ് നമ്മൾ പഠിച്ചത് ING ഉള്ളത്. പിന്നെ നമ്മൾ പഠിച്ചത് ഓൾറെഡി ഓക്സിലറി വെർബ്, ഓൾറെഡി V3 ഉള്ള കേസ്. പിന്നെ നമ്മൾ പഠിച്ചത് ഓക്സിലറി വെർബ് ഇല്ലാത്ത കേസ്. അതുപോലെ പഠിപ്പിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതെന്തുവാണ്? ഇത് ക്വസ്റ്റ്യൻ ആണ്. ഇതിനെന്താക്കണം? സെന്റൻസ് ആക്കണം. പിന്നെ എന്താക്കണം? പാസീവ് ആക്കണം. പിന്നെ എന്താക്കണം? പാസീവിലെ ക്വസ്റ്റ്യൻ ആക്കണം. സെറ്റ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ സെന്റൻസ് ആക്കാലോ. ഓക്സിലറി വെർബ് എടുത്ത് അകത്തിടുക. അപ്പോ ഷീ വാസ് റൈറ്റിംഗ് എ ലെറ്റർ എന്ന് വരും. ഇതെന്തായി? സെന്റൻസ് ആയി. ഇനി ഇതിനെ എന്താക്കണം? പാസീവ് ആക്കാൻ വേണ്ടി പുറകിൽ നിന്ന് ഫ്രണ്ടിലോട്ട് എഴുതുക. എ ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഓൾറെഡി ഓക്സിലറി വെർബും ഇവിടെ ഓൾറെഡി ഓക്സിലറി വെർബ് ഇല്ല, ഇവിടെ ഓൾറെഡി ഓക്സിലറി വെർബ് ഉള്ളതുകൊണ്ട് വാസ് ഇവിടെ ചേർക്കുക. ING മാറ്റി എന്താകണം? BEING ആകണം. റൈറ്റിന്റെ V3 എന്താകണം? റിട്ടേൺ ആകണം. ബൈ ഹെർ എന്ന് വന്നു. ഇനി എന്താക്കണം? ഇതിനെ പാസീവിലെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റണം. ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടി ഓക്സിലറി വെർബ് എടുത്ത് പുറത്തിട്ടേച്ചാൽ മതി. അപ്പൊ വാസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. വാസ് എ ലെറ്റർ ബീങ് റിട്ടേൺ ബൈ ഹെർ എന്ന് വന്നു. അപ്പൊ ഇതാണ് എന്ത്? തന്നിട്ടുള്ള ക്വസ്റ്റ്യന്റെ പാസീവിലുള്ള ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയാൻ പറ്റില്ല അല്ലെ, കാരണം ഇത് ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും അത് ആൻസർ ആണ്. അതാണ് സംഭവം. അപ്പൊ ഇതാണ് ഇതിന്റെ പാസീവ് വോയിസ്. ഇനി ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ആൾക്കാർ വരുന്നത്. ഇവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരാൻ അല്ലെങ്കിൽ തെറ്റിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പൊ ഇതെന്തുവായിരുന്നു? സ്റ്റെപ്സ് നമുക്ക് ആദ്യം എഴുതാലോ. ഇതെന്തുവാ? ഇത് ക്വസ്റ്റ്യനാ. ഇതിനെന്താക്കണം? സെന്റൻസ് ആക്കണം. പിന്നെന്താക്കണം? പാസീവ് ആക്കണം. പിന്നെന്താക്കണം? പാസീവിലെ ക്വസ്റ്റ്യൻ ആക്കണം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് എഴുതാം? ഇതിനെ സെന്റൻസ് ആക്കാം. സെന്റൻസ് ആക്കാൻ വേണ്ടി ഓക്സിലറി വെർബ് എടുത്ത് അകത്തിടുക. സോ എന്താകും?
ഷീ ഈസ് ഈറ്റിംഗ് ആപ്പിൾസ് എന്ന് വരും. എന്നിട്ടോ ഷീ ഈസ് ഈറ്റിംഗ് ആപ്പിൾസ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പാസീവ് വോയിസ് കണ്ടുപിടിക്കണം. പാസീവ് വോയിസ് കണ്ടുപിടിക്കാൻ പുറകിൽ നിന്ന് ഫ്രണ്ടിലോട്ട് എഴുതുമ്പോൾ ആപ്പിൾസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഈസിന് പകരം എന്ത് എഴുതണം? ആപ്പിൾസ് കുറെ എണ്ണം ഉള്ളത് കൊണ്ട് 6 എഴുതണം. അവിടെയാണ് പ്രശ്നം ഉണ്ടാവുക. ഇവിടെ ആപ്പിൾസ് ആണ്. ഇവിടെ ഷീ ഒരെണ്ണം ആയതുകൊണ്ട് ഈസ് എഴുതി. ഇവിടെ ആപ്പിൾസ് കുറെ എണ്ണം ആയതുകൊണ്ട് 6 എഴുതാൻ പറ്റുള്ളൂ. ING മാറി BEING ആകണം. പിന്നെ ഈറ്റിന്റെ V3 ഈറ്റൺ ആണ്. ബൈ ഹെർ എന്ന് വരും. ഇനി ഇതിനെ എന്താക്കണം? ക്വസ്റ്റ്യൻ ആക്കണം. ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടി ഓക്സിലറി വെർബ് എടുത്ത് പുറത്തിട്ടാൽ മതി. 6 വെച്ച് സ്റ്റാർട്ട് ചെയ്യും. 6 ആപ്പിൾസ് വരും. BEING ബീയിങ് വരും. ഈറ്റൺ ബൈ ഹെർ എന്ന് വരും. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്കാണ് ഈസ് ഷീ റൈറ്റിംഗ് ലെറ്റേഴ്സ്, വാസ് ഷീ ഈറ്റിംഗ് ആപ്പിൾസ്, അതുപോലെ വാസ് ഷീ റൈറ്റിംഗ് ലെറ്റേഴ്സ്. ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Thank you so much for watching and have a great day. May God bless you all. Bye-bye.